ഒപ്പം അലി അക്ബർ ഷായുണ്ട്. അലി അക്ബർ ഷാ, മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ സ്വതന്ത്രനായ PV അൻവറും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. പ്രചരണം എങ്ങനെയാണ് ഇന്ന് നടന്നത്? ഗുഡ് ഈവനിംഗ് ഡോക്ടർ അരുൺകുമാർ. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്നതിനിടയിലാണ് നിലവിൽ മുന്നണി സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ പ്രചാരണം തുടരുന്നത്. ഈ പറഞ്ഞ ഇന്നത്തെ ഏറ്റവും പ്രധാന ചർച്ച എന്ന് പറയുന്നത് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നടത്തിയ ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമാണ്. പെൻഷൻ കൈക്കൂലിയാക്കി മാറ്റി ഈ CPM എന്നുള്ള നിലയിലുള്ള ഒരു പരാമർശമായിരുന്നു KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും വന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നിലമ്പൂരിലെ ഏറ്റവും പ്രധാന രാഷ്ട്രീയ ആയുധമാക്കി, തെരഞ്ഞെടുപ്പ് ആയുധമാക്കി CPM മുന്നോട്ട് വെക്കുന്നത്, LDF മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രസ്താവനകൾ, അത് മന്ത്രിമാരുടെ ഭാഗത്തുനിന്നാവട്ടെ, LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഭാഗത്തുനിന്നാകട്ടെ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. തൻ്റെ വാക്കിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് CPM ചെയ്തത്. ആ നിലയിലുള്ള പ്രചാരണമാണ് CPM നടത്തുന്നതെന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ വിശദീകരണം. താൻ ഈ തെരഞ്ഞെടുപ്പ് കാലം വരെയും പെൻഷൻ തുക പിടിച്ചുവെക്കുകയും പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നോടിയായി ഈ തുക വിതരണം ചെയ്യുകയും ചെയ്ത നടപടിയെയാണ് താൻ വിമർശിച്ചത് എന്നതാണ് KC വേണുഗോപാലിന്റെ വിശദീകരണം. പിന്നീട് KCയെ പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ രംഗത്തെത്തുന്നതും നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും LDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാണ് സ്വാഭാവികമായും ഈ പ്രചാരണത്തിന് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, പെൻഷൻ വാങ്ങുന്ന ആളുകളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഈ ഘട്ടത്തിൽ LDF കാണുന്നതും. ഇതൊന്നും വകവെക്കാതെ എന്തായാലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെയും പ്രചാരണം തുടരുകയാണ്. ഇന്ന് പ്രധാനമായും രണ്ട് പഞ്ചായത്തുകളിൽ, അമരമ്പലം, ചുങ്കത്തറ പഞ്ചായത്തുകളിലാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം നടന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തും. അതേസമയം NDA സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീ വോട്ടർമാരെ കണ്ടാണ് ഇന്ന് വോട്ടുറപ്പിച്ചത്. പ്രധാനമായും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ നേരിൽ പോയി കാണുകയാണ് ഇന്ന് NDA സ്ഥാനാർത്ഥി ചെയ്തത്. ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഇടയിൽ നിന്നും വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് NDAക്ക് ലഭിക്കുന്നത് എന്നതാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. അതേസമയം മറുവശത്ത് LDFനും UDFനും താൻ വലിയൊരു ഭീഷണിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് അൻവറും കളത്തിലുണ്ട്. പക്ഷേ തങ്ങൾക്ക് രണ്ടുപേർക്കും ഇയാളൊരു ഭീഷണിയല്ല എന്ന് LDFും UDFും പറഞ്ഞു കഴിഞ്ഞെങ്കിലും അൻവറിന്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. 75,000-ലധികം വോട്ടുകൾ താൻ മണ്ഡലത്തിൽ നേടും എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിലും PV അൻവർ പങ്കുവെക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞ ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം KC വേണുഗോപാലിന്റെ വായിൽ നിന്ന് അറിയാതെ വന്നുപോയതെന്ന് KC വേണുഗോപാൽ പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടുവെന്ന് KC പറയുന്ന ഈ പരാമർശം, അത് തന്നെയാണ് നാളത്തെ ദിവസവും കത്താനുള്ള സാധ്യത. അതെന്തായാലും വിട്ടുകളയാൻ LDF തീരുമാനിച്ചിട്ടില്ല എന്ന സൂചന നൽകുന്ന നിലയിൽ തന്നെയാണ് ഇന്ന് ഈ വൈകുന്നേരങ്ങളിലും രാത്രിയിലുമൊക്കെ CPM നേതാക്കളുടെ, LDF മുന്നണി നേതാക്കളുടെ, അതുപോലെ മന്ത്രിമാരുടെ, പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അരുൺ.